കൊല്ലത്തുനിന്ന് വരുന്ന ഈ വാർത്ത നിങ്ങളൊന്ന് കാണണം. അധികാരികൾ എങ്ങനെയാണ് സാധാരണക്കാരെ ദ്രോഹിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് KSEB ആണ്. കൊല്ലത്ത് ഒരു ലോട്ടറി വിൽപ്പനക്കാരനോട് KSEBയുടെ ക്രൂരത. കുരീപ്പുഴ സ്വദേശി ഷിബുവിന് 3 സെന്റ് ഭൂമിയാണുള്ളത്. ഈ 3 സെന്റ് ഭൂമിയിൽ അനുമതിയില്ലാതെ KSEB സ്റ്റേ കമ്പി സ്ഥാപിച്ചു. ദൃശ്യങ്ങളിൽ കാണാം. പുരയിടത്തിൽ വീട് വയ്ക്കാൻ കഴിയാതെ 5 വർഷമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഷിബു. പ്രധാനമന്ത്രിയുടെ ലൈഫ് പദ്ധതിയിലൂടെ ഭവനത്തിനായി 4 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും സ്റ്റേ കമ്പി മാറ്റാതെ വീട് നൽകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ദിലീപ് ദേവസ്യ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ദിലീപ് ദേവസ്യ കാര്യങ്ങൾ വിശദീകരിക്കും. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ദിലീപ്, KSEBയുടെ ഒരു പോസ്റ്റിന്റെ സ്റ്റേ വെയർ ഇടാൻ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ 3 സെന്റ് പുരയിടത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഈ പാവപ്പെട്ട ഷിബുവിന് വീട് കിട്ടുന്നു എന്ന സാഹചര്യം വരുമ്പോൾ അതവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറഞ്ഞാൽ അത് എടുത്തു മാറ്റുന്നതുമില്ല. എന്താണ് KSEB പറയുന്നത്? സ്റ്റേ വെയർ വേറെ എങ്ങും പിടിപ്പിക്കാൻ സ്ഥലം കണ്ടില്ലേ KSEBക്ക്? ദിലീപ് ദേവസ്യ. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. KSEB പറഞ്ഞിരിക്കുന്നത് കടലാസിൽ കൊടുക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ ആവശ്യം ഇങ്ങനെയാണ്. ഈ സ്റ്റേ കമ്പി സ്ഥാപിക്കുമ്പോൾ ഷിബുവും കുടുംബവും ഇവിടെ ഇല്ലായിരുന്നു. പഴനിയിൽ പോയ സാഹചര്യത്തിലാണ്, അവിടെ ഈ വീട്ടിൽ ആളില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ അന്നൊരു ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഓല ഷെഡായിരുന്നു. ഈ സമയത്ത് KSEBക്കാർ വന്ന് ഈ ഭൂമിയുടെ നടുഭാഗത്ത് തന്നെ ഈ സ്റ്റേ കമ്പി സ്ഥാപിക്കുന്നു. ഇപ്പോൾ ഈ സ്റ്റേ കമ്പി മാറ്റണമെങ്കിൽ 25,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. 25,000 രൂപ നൽകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് MP-യെയും MLA-യെയും ഒപ്പം വൈദ്യുതി മന്ത്രിയെയും എല്ലാ മന്ത്രിമാരെയും എടുക്കും. ജില്ലയിലെ ചിഞ്ചുറാണി മിനിസ്റ്ററെ കണ്ടു, MP-യെ കണ്ടു, MLA-യെ കണ്ടു. അപ്പോൾ ഈ 25,000 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി കുറച്ചു കൊടുത്തു. ആരാണ് ഇതിന് ഉത്തരവാദി? 15,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇദ്ദേഹം എത്ര ലോട്ടറി വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കമ്പി മാറ്റാൻ വേണ്ടിയിട്ട് 15,000 രൂപയാണ് KSEB ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പി മാറ്റിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു വീട് വെക്കാൻ പറ്റുകയുള്ളൂ. അത് ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട്. അവിടെ ഇൻസ്പെക്ഷന് വന്നപ്പോൾ ഈ കമ്പി മാറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ വീട് കിട്ടൂ. ഇതിനുവേണ്ടി KSEBയുടെ ഓഫീസ് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. മേയർ അടുത്ത് ഈ കാര്യങ്ങൾ, അതായത് കൊല്ലം മേയർ അടുത്തെത്തി. മേയർ ഇത് അജണ്ടയിൽ വെച്ചു, കൗൺസിലിൽ അജണ്ടയിൽ വെച്ചു. ഉദ്യോഗസ്ഥരാണ് ഇതിന് എതിർപ്പ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് പറയുന്നത്. നമ്മളോടൊപ്പം ലോട്ടറി കച്ചവടക്കാരനായ ഷിബു, ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് ഇത്? ഈ കമ്പി സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ആരോട് ചോദിച്ചായിരുന്നു? ആരോടും ചോദിച്ചില്ല. നമ്മൾ പളനി പോയിട്ട് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കിന് 5 ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടു. അപ്പോൾ ഓടി നമ്മൾ KSEBയിൽ ചെന്ന് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്നൊരു അപകട ഭീതി, പിന്നെ ജനങ്ങൾക്കൊരു പെട്ടെന്നൊരു അപകടം വരുത്തില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് സ്റ്റേ കമ്പി സ്ഥാപിച്ചതാ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് PMA മുഖേന ഒരു വീട് വെക്കാൻ അനുമതിയൊക്കെ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇത് മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഉടനെ മാറ്റാം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്